ആൻഡ്സ് വേൾഡിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട ഓംലെറ്റ് ആണ്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയുടെ 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2-3 നുള്ള ഉപ്പ്, 2 ടീസ്പൂൺ വെള്ളം. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എരിവ് അധികം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഉപ്പിന്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിച്ചിട്ടാൽ മതി. നന്നായി മിക്സ് ചെയ്തെടുത്ത മിക്സ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഇതിലെ ഉള്ളിയുടെ നീരൊക്കെ ഒന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഉള്ളിനീര് കാരണം ഈ ഒരു ഓംലെറ്റിന് നല്ലൊരു രുചിയായിരിക്കും. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തവ ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. തവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിൽ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് ഒരു 10 സെക്കൻഡ് അതുപോലെ വെക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എഗ് ഓംലെറ്റ് എടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എഗ് ഓംലെറ്റ് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. വെളിച്ചെണ്ണ അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒഴിച്ച് എഗ് സ്പ്രെഡ് ചെയ്ത് ബാക്കിയൊക്കെ നേരത്തെ പ്രോസസ്സ് തന്നെ മറിച്ചിട്ട് ഒരു 10 സെക്കൻഡ് വെച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ്. ബട്ടർ ഉപയോഗിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇതിലും അധികം ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.